Guys, അപ്പോൾ എല്ലാവർക്കും വെൽക്കം ടു our ന്യൂ വീഡിയോ. ഓക്കെ, അപ്പോൾ എന്തായി ഓണം അങ്ങ് അടുക്കാറായി, 2 ദിവസം കൂടിയുള്ള നാളെ ഉത്രാടം, പിന്നെ തിരുവോണം. എല്ലാവരുടെയും ഓണം അപ്ഡേറ്റ്സ് ഒക്കെ എന്തായി, ഒരുക്കങ്ങളൊക്കെ ആയോ? ഇവിടെ ഇപ്പോൾ ഞാനും അമ്മയും ഇന്ന് രാവിലെ തന്നെ ക്ലീനിങ്ങിലായിരുന്നു. സോ രാവിലെ എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല. എൻ്റെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞു. എന്തായിരുന്നു, ഗോതമ്പൂട്ടും പഴമായിരുന്നു. പിന്നെ നമ്മൾ ഓരോ സൈഡിൽ നിന്ന് ഇങ്ങനെ ക്ലീനിങ് ഒക്കെ ആയിട്ട് വന്നുകൊണ്ടിരിക്കണേ. നിങ്ങൾ വിചാരിക്കും എന്തൊരു പ്രത്യേകം തള്ളാന്നുള്ളത്. ഇന്ന് കുറച്ച് ഒരുങ്ങിയിട്ടൊക്കെ വന്നിരിക്കാമെന്ന് വിചാരിച്ചു, വെറുതെ ടെസ്റ്റിൽ. അപ്പോൾ പിന്നെ എന്താണ്, ഇവിടെ ക്ലീനിങ് ഒക്കെ അണ്ടർ പ്രോസസ്സിങ് ആണ്. ഓരോരുത്തരുടെ വീട്ടിലേക്ക് ഇപ്പോൾ എല്ലാവരും തകൃതിയായിട്ട് വൃത്തിയാക്കലൊക്കെ ആയിരിക്കില്ല. അടുക്കലും പിറക്കലും തൂക്കലും പൊടിയടിക്കലും ഒക്കെ ആയിട്ട് ഇങ്ങനെ തകൃതിയായിട്ട് നടക്കണ്ടാവും. നമ്മൾ മലയാളികൾ ഇങ്ങനത്തെ ഓരോ വിശേഷ ദിവസങ്ങൾ വരുമ്പോഴാണ് നമ്മളുടെ വീടൊക്കെ അടിപൊളിയാക്കി ക്ലീൻ ആക്കുന്നത്. എൻ്റെ വീട്ടിൽ എറണാകുളത്ത് ഓൾറെഡി അവിടെ ഇന്നലെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു അടുക്കിപ്പെറുക്കലും കാര്യങ്ങളൊക്കെ ആയിട്ട്. പിന്നെ ഓരോരുത്തർ അച്ചാറ് പുളിയിഞ്ചിയൊക്കെ തുടങ്ങിയിട്ടുണ്ടാവും. ഇവിടെ അമ്മ നാരങ്ങ അച്ചാറ് നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ പുളിയിഞ്ചി ഇന്ന് സെറ്റ് ചെയ്യും. ഇഞ്ചിയൊക്കെ വെള്ളത്തിലെടുത്തിട്ടിട്ടുണ്ട്. പിന്നെ ക്ലീനിങ്ങൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നതാണ്. പിന്നെ എന്താ വെച്ചാൽ അവർ കാളനൊക്കെ ഉത്രാടത്തിന് തന്നെ ഉണ്ടാക്കി വെക്കും, തിരുവോണത്തിന് വേണ്ടിയിട്ട്. ഇപ്പം നാളെ എൻ്റെ വീട്ടിൽ ഒരു ചെറിയ മിനി സദ്യ ആയിട്ടുണ്ടാവും. എറണാകുളത്ത് നമ്മൾ മലബാറുകാർക്ക് ഉത്രാടം തിരുവോണം നമ്മൾ ആഘോഷിക്കും. ഒരു മിനി സദ്യ, ചെറുതായിട്ടുള്ള എന്തെങ്കിലും പച്ചക്കറി ഐറ്റംസ്, പായസം ഉണ്ടാവും, പാലട ഇരിക്കും അവിടെ. പിന്നെ തിരുവോണത്തിൻ്റെ അന്ന് പരിപ്പായിരിക്കും. ഡെഫിനറ്റ്ലി പരിപ്പാണ്. ഞാൻ നേരത്തെ വീഡിയോ പറഞ്ഞിട്ടുണ്ട്, ചെറുതായിട്ട് കടിക്കുന്ന രീതിയിലുള്ള പരിപ്പ്. അപ്പോൾ ഓരോ അപ്ഡേറ്റ്സാണ്. എൻ്റെ വീട്ടിൽ ഞങ്ങളെല്ലാം സെലിബ്രേറ്റ് ചെയ്തു, എല്ലാം ഞങ്ങൾ ആഘോഷിക്കും. ഓണം, വിഷു, ക്രിസ്മസ്, റംസാൻ, ദീപാവലിയൊക്കെ ആഘോഷിക്കും. ഓണത്തിന് പൂക്കളമൊക്കെ ഇട്ട് സദ്യയൊക്കെ ഒരുക്കി ആഘോഷിക്കും. പിന്നെ വിഷുവിന് കണി വയ്ക്കും, പടക്കം പൊട്ടിക്കലാണ് മെയിൻ. പടക്കം പൊട്ടിക്കലൊക്കെയാണ് മെയിൻ. അപ്പം ഞങ്ങൾ പറവൂർന്നൊക്കെ പടക്കമൊക്കെ കുറേ എടുത്തുകൊണ്ടെന്നൊക്കെ പൊട്ടിച്ച ചരിത്രങ്ങളൊക്കെ ഉണ്ട്. പിന്നെ എന്താണ്, ക്രിസ്മസിന് സ്റ്റാർ തൂക്കും, ക്രിസ്മസ് ട്രീ സെറ്റാക്കും, അങ്ങനെയൊക്കെ. അപ്പോൾ ഓണത്തിന് വീട്ടിലെ മിക്കപ്പോഴും ഉള്ളവർ എന്താണെന്ന് വെച്ചാൽ തിരുവോണത്തിൻ്റെ അന്ന് രാവിലെ ഇഡ്ഡലി ആയിരിക്കും, സാമ്പാർ ഉണ്ടാക്കും. അതാകുമ്പോൾ ഉച്ചക്കത്തേക്കും കൂടിയുള്ള സാമ്പാർ ചേർന്നു. പിന്നെ സദ്യ ആയിരിക്കും ആസ് യൂഷ്വൽ. പിന്നെ രാത്രിയും ഈ സെയിം സദ്യയൊക്കെ ആയിരിക്കും. പിന്നെന്താ പറയുക, ദീപാവലിക്ക് നമ്മൾ ദീപം കത്തിക്കും, ലൈറ്റ്സൊക്കെ ദീപം കത്തിക്കും. പിന്നെ ചിലപ്പോൾ 2-3 വർഷമായിട്ട് ഞാനിപ്പോൾ കമ്പിത്തിരിയൊക്കെ മേടിക്കാറുണ്ട്. ഞാനും അനിയത്തിക്കും കമ്പിത്തിരിയൊക്കെ മേടിച്ച് കത്തിക്കാറുണ്ട്. പിന്നെ സ്വീറ്റ്സ് മേടിക്കും, അതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ള സ്വീറ്റ്സ് മേടിക്കും. പിന്നെ ക്രിസ്മസിന് ഈ പറഞ്ഞ പോലെ സ്റ്റാർ തൂക്കും, ക്രിസ്മസ് ട്രീ. പിന്നെ രാവിലെ അമ്മ നല്ല അടിപൊളി അപ്പവും ബീഫ് സ്റ്റൂ ആക്കും. ഉച്ചയ്ക്ക് നെയ്ച്ചോറോ അല്ലെങ്കിൽ ബിരിയാണി ആയിരിക്കും. പിന്നെ ഓരോ സെലിബ്രേഷൻസ് വരുമ്പോഴത്തേക്കും ഓരോ ഫുഡ് ഐറ്റംസും കാര്യങ്ങളൊക്കെ ഇത് അടിപൊളിയാക്കൂട്ടെ. ഞങ്ങൾക്കത് നിർബന്ധം എല്ലാം സെലിബ്രേറ്റ് ചെയ്യുന്നത്. റംസാനൊക്കെ ബക്രീദൊക്കെ വരുമ്പോഴത്തേക്കും ഞങ്ങൾ വീട്ടിൽ ബിരിയാണി ഉണ്ടാക്കും. അങ്ങനെയാണ് നമ്മളെല്ലാം സെലിബ്രേറ്റ് ചെയ്യട്ടോ. ഞങ്ങൾ വീട്ടിൽ സത്യം പറഞ്ഞാൽ എല്ലാ മാസവും നമുക്ക് സെലിബ്രേഷൻ ഉണ്ട്. ഒരു ഉദാഹരണം പറഞ്ഞാൽ ജൂണിൽ എൻ്റെ ബർത്ത്ഡേ, ജൂലൈയിൽ അമ്മയുടെ ബർത്ത്ഡേ, ഓഗസ്റ്റിൽ വിഷ്ണുവിൻ്റെ അച്ഛൻ്റെ, സെപ്റ്റംബറിൽ ഓണമായിരിക്കും, ഒക്ടോബറിൽ ദീപാവലി എൻഡിങ് ആയിരിക്കും. ഒക്ടോബർ 2 ദീപാവലി വരുന്നത്. പിന്നെ നവംബറിൽ ഇപ്പോൾ ഗണേഷിൻ്റെ വരുന്നുണ്ട്, ബർത്ത്ഡേ ആണ്. പിന്നെ ഗണേഷിൻ്റെ അനിയൻ്റെ ബർത്ത്ഡേ ഉണ്ട്. ഡിസംബർ ആകുമ്പോഴത്തേക്കും ക്രിസ്മസ്. ജാനുവരി 1 നമ്മൾ ന്യൂ ഇയർ സെലിബ്രേറ്റ് ചെയ്യും, അന്നും ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കും. പിന്നെ ഫെബ്രുവരി ഒരു മന്തിൽ ഒരു അപ്ഡേറ്റും ഇല്ല കേട്ടോ, വലിയ സെലിബ്രേഷനും കാര്യങ്ങളില്ല. മാർച്ചിൽ അമ്മയുടെ അച്ഛൻ്റെയും വെഡ്ഡിങ് ആനിവേഴ്സറി, അമ്മമ്മയുടെ ബർത്ത്ഡേ. പിന്നെ ഏപ്രിൽ ഡെഫിനറ്റ്ലി വിഷു ആയി. പിന്നെ മെയ്യിൽ ഇപ്പോൾ സെലിബ്രേറ്റ് ചെയ്യാനാണെങ്കിൽ ഇവിടെ ഗണേഷിൻ്റെ അച്ഛൻ്റെ ബർത്ത്ഡേ ഉണ്ട്. എഗെയിൻ കമ്മിങ് ടു ജൂൺ ആകുമ്പോഴത്തേക്കും എൻ്റെയും ഇവിടുത്തെ ഗണേഷിൻ്റെ എൻ്റെയും ഇവിടുത്തെ അമ്മയുടെയും ബർത്ത്ഡേ ജൂണിലാണ്. അമ്മ പക്ഷേ ബർത്ത്ഡേ ഡേറ്റ് കറക്റ്റായിട്ട് പറയില്ല കേട്ടോ. ബാക്കിയൊക്കെ ഞാൻ ഓൾമോസ്റ്റ് കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. സോ എനിക്ക് തോന്നുന്നു ഫെബ്രുവരി ഒരു മന്ത് മാത്രമേ നമുക്ക് സെലിബ്രേഷൻ ഇല്ലാത്തുള്ളൂ. ബാക്കി എല്ലാ മന്തും നമ്മൾ സെലിബ്രേറ്റ് ചെയ്യും. എൻ്റെ വീട്ടിലൊക്കെ എല്ലാവരുടെയും ബർത്ത്ഡേ ഞങ്ങൾ ആഘോഷിക്കും കേട്ടോ. കേക്ക് മുറിക്കും, അങ്ങനെ ഭയങ്കര ഗ്രാൻഡ് ആയിട്ടുള്ളതെന്നല്ല, ജസ്റ്റ് ഒരു സന്തോഷം. കേക്ക് മുറിക്കും, സെലിബ്രേറ്റ് ചെയ്യും, ഞങ്ങളെല്ലാം ഓർത്ത് വയ്ക്കും. എനിക്ക് അങ്ങനത്തെ ഒരു പരിപാടിയുണ്ട്. ഞാൻ എല്ലാവരുടെയും ബർത്ത്ഡേ ഡേറ്റ്സ് ഇല്ലെങ്കിൽ വെഡ്ഡിങ് ആനിവേഴ്സറി ഇതൊക്കെ എല്ലാം ഓർത്ത് വെച്ച് എനിക്ക് സെലിബ്രേറ്റ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. കേക്ക് മുറിക്കാൻ അല്ലെങ്കിൽ സർപ്രൈസസ് കൊടുക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടം. അപ്പോൾ കഴിഞ്ഞ വർഷത്തെ ബർത്ത്ഡേക്ക് അമ്മയ്ക്ക് ഞാൻ സർപ്രൈസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അമ്മ ബർത്ത്ഡേ ഒന്നും വേണ്ടെന്ന് പറഞ്ഞാൽ അതിൻ്റെ വീഡിയോ നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഇങ്ങനെ സർപ്രൈസ് കൊടുക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടം, സെലിബ്രേറ്റ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടം. അതൊക്കെ നമ്മുടെ ലൈഫിൽ അതൊക്കെ ഓർത്ത് വെക്കാൻ പറ്റിയൊരു നല്ല മൊമെൻ്റ് ആണല്ലേ. നമ്മൾ ജനിച്ച ദിവസം നമ്മൾ ജസ്റ്റ് ഒരു കേക്ക് കട്ട് ചെയ്ത് സെലിബ്രേറ്റ് ചെയ്യാനൊക്കെ പറഞ്ഞാൽ അതൊക്കെയുള്ളൂ ലൈഫിൽ. ഇങ്ങനത്തെ കുഞ്ഞു ഹാപ്പിനെസ് പറയുമ്പോഴത്തേക്ക് ഇതൊക്കെയുള്ളൂ. അപ്പോൾ എനിക്ക് അതിലൊക്കെ ഭയങ്കര നിർബന്ധം. ഇപ്പോൾ ഫ്രണ്ട്സിൻ്റെയൊക്കെ ആയാലും എനിക്ക് ഓർമ്മയുള്ളവരുടെയൊക്കെ ആണെങ്കിൽ ഞാൻ ഓർത്ത് വെച്ച് ബർത്ത്ഡേ വിഷ് ചെയ്യും. ഇവിടെ ഇപ്പോൾ ഓൾമോസ്റ്റ് ക്ലോസ് ആയിട്ടുള്ള എല്ലാവരുടെയും എനിക്കിപ്പോൾ ഓൾമോസ്റ്റ് അറിയാം. അപ്പോൾ നമ്മൾ കേക്ക് മുറിക്കും,
ഇഷ്ടമുള്ള ഫുഡ് ഉണ്ടാക്കും. അന്ന് ഇപ്പോൾ എൻ്റെ ബർത്ത്ഡേക്കാണ് എൻ്റെ അടുത്ത് വയ്ക്കുന്നത്, എനിക്ക് എൻ്റെ ഫുഡ് വേണ്ടാണെങ്കിൽ ഞാൻ അമ്മയുടെ അടുത്ത് പറയാൻ എനിക്ക് ഇന്ന സാധനം ഉണ്ടാക്കിയാൽ മതി. അമ്മയുടെ ബർത്ത്ഡേക്കാണ് ഇഷ്ടമുള്ള എന്താണെന്ന് വെച്ചാൽ, വിഷ്ണുവിൻ്റെ അച്ഛൻ്റെ ബർത്ത്ഡേക്ക് അവർക്ക് ഇഷ്ടമുള്ള എന്താണെന്ന് വെച്ചാൽ നമ്മളൊക്കെ ചെയ്യും. പിന്നെ ഗിഫ്റ്റ്സ് കൊടുക്കുക, എന്തെങ്കിലും ഒരു ചുരിദാറോ ഇല്ലെങ്കിൽ വാട്ട് എവർ ഇറ്റ് ഈസ് നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ കൊടുത്തിട്ട് അങ്ങനെ നമ്മളത് കളറാക്കാൻ നോക്കും. കാരണം അതൊക്കെയാണ് ലൈഫിൽ ഓർത്ത് വയ്ക്കാൻ പറ്റുന്നുള്ളത്. അതൊരു ഹാപ്പിനെസ്സാണ് സത്യം പറഞ്ഞാൽ. എൻ്റെ ഒരു ഓർമ്മയിൽ എല്ലാ വർഷവും എൻ്റെ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യുന്നതാണ് എൻ്റെ ഒരു ഓർമ്മയിൽ. എല്ലാ കൊല്ലവും കേക്ക് മുറിയും ഗിഫ്റ്റ്സും കാര്യങ്ങളൊക്കെ ആയിട്ട്. പിന്നെ എനിക്ക് സ്വന്തമായിട്ട് ഞാനൊരു ഇൻകം ഉണ്ടാക്കാൻ തുടങ്ങിയപ്പോൾ തൊട്ടും ഈ പറഞ്ഞ പോലെ അമ്മയുടെ അച്ഛൻ്റെയും ബർത്ത്ഡേ ഒക്കെ ഞാൻ സെലിബ്രേറ്റ് ചെയ്യാറുണ്ട്, വിഷ്ണുവിൻ്റെയും സെലിബ്രേറ്റ് ചെയ്യാറുണ്ട്. വിഷ്ണു പിന്നെ എല്ലാ വർഷം ഒരു 2 മാസം മുന്നേ അവൾ പറയും എനിക്ക് ഇന്നേ കേക്ക് വേണം, ഈ സാധനം വേണം, ഈ ഡ്രസ്സ് വേണം, ഇന്നേ ഗിഫ്റ്റ് വേണം. അപ്പോൾ ഞങ്ങൾ കളിയാക്കും, നിൻ്റെ ബർത്ത്ഡേക്ക് നീ തന്നെ ഗിഫ്റ്റൊക്കെ ചോദിച്ച് മേടിക്കാനാണ്. ചെറുപ്പത്തിൽ ഞാൻ അങ്ങനെ തന്നെയായിരുന്നു ഒരു വേറെ കാര്യം. അപ്പോൾ അതൊക്കെ ഭയങ്കര ഒരു സന്തോഷമാണ് നമുക്ക്. ഈ ഒരു വീട് ഞാൻ മുടി അഴിച്ചിട്ടിട്ടൊന്ന് സെറ്റ് ചെയ്ത് ഔട്ടായിട്ടുണ്ട്. നിങ്ങളെപ്പോഴും തന്നെ മുടിയൊക്കെ കെട്ടി വെച്ചിട്ടാണ് കാണാറ്. ഈ മുടി കെട്ടുന്നതാണോ അഴിച്ചിടണമാണോ നല്ലത് പറ. ഓക്കെ. പിന്നെ ബർത്ത്ഡേസ് എന്നൊക്കെ പറയുമ്പോഴത്തേക്കും സ്കൂളിൽ സെലിബ്രേഷൻസ് ഒക്കെ വരുമ്പോഴത്തേക്കും സ്കൂളിൽ ബർത്ത്ഡേക്ക് നമ്മൾ ഡെഫിനറ്റ്ലി കളർ ഡ്രസ്സ് ഇട്ട് പിള്ളേർക്ക് മിഠായി കൊണ്ട് കൊടുക്കണം. അതൊരു പരിപാടിയാണ്. ഞാൻ +1 വരെ ഞാൻ കളർ ഡ്രസ്സ് ഇട്ട് പോകുമായിരുന്നു കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമായത്. +1 വരെ ഞാൻ കളർ ഡ്രസ്സ് ഇട്ടിട്ട് പോയിട്ട് പിള്ളേർക്കൊക്കെ മിഠായി കൊടുക്കുകയായിരുന്നു. പിന്നെ +2 ആയപ്പോൾ പിന്നെ കളർ ഡ്രസ്സ് ഇട്ടില്ല. കോളേജിലും ഈ പറഞ്ഞ പോലെയാ ഞാൻ സ്റ്റാഫ് റൂമിലും എല്ലായിടത്തൊക്കെ മിഠായി ലഡു ഒക്കെ ടീച്ചർമാർക്കൊക്കെ സ്പെഷ്യലായിട്ട് ലഡു ഒക്കെ കൊണ്ട് കൊടുക്കാറുണ്ട്. അയ്യോ അതൊക്കെ ഒരു രസമായിരുന്നു. പിന്നെ ഓഫീസിലെത്തിയപ്പോഴത്തേക്കും എല്ലാവർക്കും ചിലവ് ചെയ്യും. ഓഫീസിലെത്തിയപ്പോൾ ഞാൻ എല്ലാവർക്കും മിഠായി ചിലവ് ചെയ്യും. ഫുഡ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിലും ചെറിയ ചെറിയ ഐറ്റംസൊക്കെ മേടിച്ചെടുത്തിട്ട് അവിടെ ചിലവ് ചെയ്യാറുണ്ട്. അവിടെയും മേടിച്ച് വിളിക്കായിരുന്നു. ഓഫീസിലുള്ള ടൈമിൽ ഞാൻ ആ ടൈമിലൊക്കെ എൻ്റെ ബർത്ത്ഡേക്കൊക്കെ അവിടെ നിന്ന് കേക്ക് മേടിച്ച് ഞങ്ങൾ മുറിക്കായിരുന്നു കേട്ടോ. അതൊക്കെ മിസ് ചെയ്യണം ഓഫീസ് ടൈമിലൊക്കെ. ഓണ സെലിബ്രേഷൻ, യെസ്, ഓഫീസിൽ ഓണ സെലിബ്രേഷൻ, സ്കൂൾ ഓണ സെലിബ്രേഷനൊക്കെ ഓക്കെ അടിപൊളിയായിരുന്നു. പിന്നെന്താണ്, എൻ്റെ മുടി ഇട്ട് കഴിച്ചതാണ് എനിക്ക് കുറച്ചുകൂടി കംഫർട്ട്. പിന്നെ ഓണത്തിന് എന്ന് പറയുമ്പോൾ നമ്മൾ പറയും ഉള്ളത് കൊണ്ട് ഓണം പോലെ എന്ന് പറഞ്ഞ പോലെയാണ് എല്ലാ മലയാളികളും അവനവൻ്റെ കഴിവ് അനുസരിച്ച് ഉള്ളത് കൊണ്ട് എല്ലാവരും ഓണം സെലിബ്രേറ്റ് ചെയ്യല്. അവനവൻ്റെ വീട്ടിൽ വെച്ചിട്ട് സെലിബ്രേറ്റ് ചെയ്യും, ഇല്ലെങ്കിൽ ബന്ധുക്കളുടെ വീട്ടിൽ പോവുക, അങ്ങനെയൊക്കെ ആയിരിക്കും. ഉള്ളത് കൊണ്ട് ഓണം പോലെ അതൊരു അർത്ഥം തന്നെയാണ്. ഉള്ളത് കൊണ്ട് ഓണം, നമുക്കുള്ളത് കൊണ്ട് അടിച്ച് വിളിക്കുക എന്നുള്ളൊരു ഇതാണ്. എല്ലാവരും അങ്ങനെയാണ്. പിന്നെന്താ പറയുക, കുറേ കാര്യങ്ങൾ സംസാരിക്കുന്നത് നിങ്ങളുടെ അടുത്ത്. ഓരോ ദിവസം ഓരോ ടോപ്പിക്ക് വെച്ചിട്ട് പറയാനിങ്ങനെ വിചാരിച്ചിരിക്കണമായിരുന്നു. ഇപ്പം ഞാനൊക്കെ സ്കൂളിൽ സത്യം പറഞ്ഞാൽ സ്കൂളിൽ ഒരു പരിപാടിയിൽ ഞാൻ ആക്റ്റീവ് ആയിരുന്നില്ല കേട്ടോ. കാരണം കുറച്ച് അത്യാവശ്യം നല്ല രീതിക്ക് ബോഡി ഷേമിംഗ് ഒക്കെ ഉള്ള കാരണം ഓണത്തിന് ജസ്റ്റ് പട്ടോടെയും ബ്ലൗസൊക്കെ ഇട്ട് പോകും. അപ്പോഴും എനിക്ക് സ്വയം ഒരു ഇതായിരുന്നു, ഇടണോ മറ്റുള്ളവരെ എന്ത് പറയുന്നൊക്കെയുള്ള നല്ല രീതിക്ക് ബോഡി ഷേമിങ് അനുഭവിച്ച് വന്നൊരു വ്യക്തിയായിരുന്നു ഞാൻ. ഒന്നും പറയണ്ട, ഞാൻ എക്സ്ട്രീം വേർഷൻ ഓഫ് ബോഡി ഷേമിങ് ആയിരുന്നു. ഞാനത് വേറെ വീഡിയോ ആയിട്ട് ഇൻ ഡീറ്റെയിൽ ആയിട്ട് പറയാം. ഓക്കെ. എല്ലാവരും പറയും നമ്മളുടെ സ്കൂൾ ടൈമാണ് നമുക്ക് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളത്. പക്ഷേ എന്നെ സംബന്ധിച്ച് നോക്കുമ്പോഴത്തേക്കും വേഴ്സ്റ്റ് എവർ ഡേയ്സ് ആയിരുന്നു എൻ്റെ സ്കൂൾ ടൈം സത്യമായിട്ടും. അപ്പോൾ അതിൻ്റെ ഇൻ ഡീറ്റെയിൽ വീഡിയോ ഞാൻ പറയാം എന്തുകൊണ്ട് ഞാൻ വെറുക്കപ്പെട്ടു എന്നൊക്കെയുള്ളത്. പിന്നെ എല്ലാവരും ഓണക്കോടിയൊക്കെ എടുത്തോ. ഇവിടെ ഞാൻ ഓണക്കോടിയൊക്കെ എടുത്ത് എല്ലാം റെഡിയായി സെറ്റായി കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നാളെ പൂക്കളിടണം, മറ്റന്നാളും പൂക്കളിടണം. നമ്മളുടെ ക്ലീനിങ് പരിപാടിയൊക്കെ കഴിഞ്ഞ് ഞാൻ കുളിച്ച് ഫ്രഷായി. ഇനിയിപ്പോൾ ഈ കാര്യമായിട്ടുള്ള പരിപാടി ഓൾമോസ്റ്റ് എല്ലാ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞു. ഇനി നമുക്ക് കുക്കിംഗ് പരിപാടി മാത്രമേ ഉള്ളൂ. പിന്നെ എന്താ, ഓണത്തിൻ്റെ ഓർമ്മകളിൽ ഞാൻ നേരത്തെ പറയാൻ വിട്ടതാട്ടോ. നമ്മൾ പണ്ട് നമ്മുടെ എറണാകുളത്തപ്പൻ ഗ്രൗണ്ടിൽ ഈ ഓണം ഫെസ്റ്റിവൽ ഓണമേളയൊക്കെ ഉണ്ടാവില്ലേ, അയ്യോ ഞാനും അമ്മയും കസിൻസൊക്കെ കൂടിയിട്ടൊക്കെ പോവായിരുന്നു. അവിടെ വായി കിട്ടണതൊക്കെ തിന്ന് പണ്ടാരടങ്ങും. പായസം അവിടെ നിന്ന് ആദ്യമായിട്ട് ആപ്പിൾ പായസം കുടിച്ച്, മാമ്പഴ പായസം കുടിച്ച്, പിന്നെ മുളകരി പായസം ഇല്ലേ, മുളകരി ഞാൻ ആദ്യമായിട്ട് ട്രൈ ചെയ്യണം. മുളകരിയുടെ പായസം കുടിച്ച് വീടെത്തിയപ്പോഴത്തേക്ക് വയറിന് പ്രോബ്ലം ഒക്കെ ആയിട്ട് പണ്ടടങ്ങിയ ടൈമൊക്കെ ഉണ്ട്. കുറേ നമ്മളിങ്ങനെ വീട്ടിൽ നിന്ന് ഇങ്ങനെ പറഞ്ഞിട്ടു അതേ സാധനങ്ങളൊന്നും മേടിക്കാൻ നിൽക്കണ്ട, ജസ്റ്റ് കലഡൊക്കെ വന്നാൽ മതി. പക്ഷേ അവിടെ ചെന്ന് കഴിയുമ്പോൾ 2 കൈ നിറയെ സാധനങ്ങളൊക്കെ ആയിരിക്കും. നമ്മൾ തിരിച്ചു തന്നെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് നമ്മളും കണ്ട് മേടിച്ചു പോലെ. ഈവൻ നമ്മളിപ്പോൾ സൂപ്പർ മാർക്കറ്റിൽ പോയാൽ പോലും നമ്മളിങ്ങനെ മനസ്സിലായിരിക്കും ഇന്ന സാധനങ്ങളൊക്കെ എടുത്താൽ മതി. പക്ഷേ സൂപ്പർ മാർക്കറ്റിലൊക്കെ പോയി കഴിയുമ്പോഴത്തേക്കും നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് കറങ്ങി റൗണ്ടൊക്കെ അടിച്ച് നോക്കുമ്പോഴത്തേക്കും 2 സാധനം എടുക്കാൻ വിചാരിച്ച് നമ്മുടെ കയ്യിൽ 10 സാധനം ഉണ്ടാവും. അത് നമ്മളെല്ലാവരും അങ്ങനെ തന്നെയാണ്. പെൺപിള്ളേരല്ലേ, വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കുന്ന ആൾക്കാരൊക്കെ എല്ലാം അങ്ങനെ തന്നെയാണ്. അതുപോലെയാണ് ഇതേപോലെ ഫെസ്റ്റും കാര്യങ്ങളൊക്കെ പോയാൽ പ്രശ്നം. പ്രത്യേകിച്ച് അനിയത്തിനെയും കൊണ്ടുപോകുമ്പോഴത്തേക്കും വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ പറയും വിഷ്ണു വീട് പണയം വെക്കണില്ല കേട്ടോ, നമ്മൾ ഇന്ത്യ സാധനം മേടിക്കാൻ പണയത്. പിന്നെ കൊറോണയൊക്കെ ആയപ്പോഴത്തേക്കും അതങ്ങോട്ട് നിന്ന്
എറണാകുളത്തപ്പൻ ഗ്രൗണ്ടിൽ ആ പരിപാടിയില്ല. പിന്നെ നമ്മുടെ തൃപ്പൂണിത്തുറ ഗ്രൗണ്ടിൽ ഇതേപോലെ ഓണത്തിൻ്റെ പരിപാടിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും കേട്ടോ. കുറേ റൈഡ്സും കാര്യങ്ങളും പിന്നെ ഈ സർക്കസും മരണക്കിണറും അങ്ങനത്തെ ഓരോ കാര്യങ്ങളൊക്കെ ഉണ്ട്. കഴിഞ്ഞ പ്രാവശ്യം പോയായിരുന്നു. നമുക്ക് എന്തോ ഒരു വൈബാണ് അവിടെ പോകാൻ, പ്രത്യേകിച്ച് രാത്രി പോകണം. ലൈറ്റും കാര്യങ്ങളൊക്കെ ഇട്ട് അടിപൊളിയായിരിക്കും, നല്ല രസമായിരിക്കും. അപ്പോൾ ഈ പ്രാവശ്യം പോകുമ്പോൾ പോകണമെന്നുണ്ട്. കസിൻസൊക്കെ ചേച്ചിമാരും പിള്ളേരൊക്കെ നാട്ടിൽ നിന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ വൈകുന്നേരം അവരെയും കുട്ടീനെ ജസ്റ്റ് പോകണമെന്നുണ്ട്, എങ്ങനെയാണെന്ന് അറിയില്ല. അടിപൊളിയായിരിക്കും. പിന്നെ എന്താണ് ഓണത്തിനെ പറ്റിയിട്ട്, പിന്നെ ആ ടൈമിൽ ഓണത്തിൻ്റെ ടൈമിലേക്കും കുറേ ഓഫേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവും, ഡിസ്കൗണ്ടൊക്കെ പാത്രങ്ങൾ അതൊക്കെ. അപ്പോൾ ഓൺ ടൈമിലായിരിക്കും വീട്ടിലെ കുറേ സാധനങ്ങളൊക്കെ എക്സ്ചേഞ്ച് ഓഫറിന് മേടിക്കുന്നത്. നമ്മളുടെ മറ്റേ ഇതില്ലേ, ഈ മീൻ വറക്കണൊക്കെ നോൺ സ്റ്റിക്കിൻ്റെ തവകളൊക്കെ, അത് ഒട്ടുമിക്ക എല്ലാ വീട്ടിലും അങ്ങനെ ആയിരിക്കും. ഓണം മേടിക്കുക ആദ്യമായിരിക്കും എക്സ്ചേഞ്ച് ചെയ്യാനായിട്ട് സാധനങ്ങളൊക്കെ. എന്തൊക്കെ ഓഫറുകളല്ല, മൈജിയിൽ അവിടെ ഇവിടെയൊക്കെ ആയിട്ടൊക്കെ കുറേ ഓഫറുകളുണ്ട്. അപ്പം നമ്മളുടെ ഓണത്തിൻ്റെ പരിപാടിയും ഓർമ്മകളും ഇതൊക്കെയായിരുന്നു. എക്സ്ചേഞ്ച് ഓഫർ ഓരോ സാധനങ്ങളൊക്കെ മേടിക്കുമ്പോൾ കഴിഞ്ഞ ദിവസം അമ്മ വിളിച്ചിട്ട് ചോദിച്ചിട്ട് ആ ഗ്രൗണ്ടിൽ ആ സാധനം ഉണ്ടാവുമോ, ഇവിടുത്തെ നോൺ സ്റ്റിക്കിൻ്റെ പാത്രങ്ങളൊക്കെ പോയി കിടക്കുക എന്നുള്ളത്. അങ്ങനെ എല്ലാവർക്കും ഓരോരോ ഇതാണ് ഓണം വരുമ്പോഴത്തേക്കും. ഡ്രസ്സ് എടുക്കൽ, പാത്രങ്ങൾ എക്സ്ചേഞ്ച് ചെയ്യില്ലെങ്കിൽ എന്തെങ്കിലും ഇലക്ട്രോണിക്സ് ഐറ്റംസ് ഒക്കെ മേടിക്കൽ, ഓഫർ നോക്കി ഓരോ സാധനം മേടിക്കുക, ചിലർക്ക് ഫോൺ എടുക്കൽ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇട്ട് കുട്ടി കുട്ടി സാധനങ്ങളൊക്കെ ഇട്ട് നമ്മൾ മേടിക്കല്ലേ. വീടുകളിലൊക്കെ ഈ കാ വറുത്തത്, പിന്നെ എന്താ ശർക്കര ഇരട്ടി, അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ടാക്കും. എൻ്റെ വീട്ടിൽ അങ്ങനെ ഉണ്ടാക്കാറുണ്ട്, നമ്മൾ പുറത്തുനിന്ന് മേടിക്കാറ്. ഇവിടെ ഗണേശൻ്റെ വീട്ടിൽ ഇവിടെ അമ്മ പറയാറുണ്ടായി, അമ്മയുടെയൊക്കെ പണ്ട് ചെറുപ്പത്തിൽ അമ്മയുടെ അച്ഛനൊക്കെ ഓണം സമയം ആകുമ്പോഴത്തേക്കും കാ വറുത്തത്, പിന്നെ ചക്ക വറുത്തത്, പിന്നെ ചേമ്പ് വറുത്തതാക്കും, ചേനയൊക്കെ വറുത്താക്കിയിട്ടൊക്കെ വറക്കും, ഓണത്തിനൊക്കെ വേണ്ടിയിട്ട് സ്റ്റോർ ചെയ്ത് വെക്കുന്നൊക്കെ പറഞ്ഞിട്ട്. ചേന വറുത്തത് പറഞ്ഞ പോലെ ഞാൻ ഒരു പ്രാവശ്യം സദ്യ ഉണ്ണാൻ എവിടുന്നോ സദ്യ ഉണ്ണാൻ പോയപ്പോൾ കഴിച്ചത്, പിന്നെ ഞാനങ്ങനെ കഴിച്ചിട്ടില്ല. നമ്മളുടെ ഇതില്ലേ ചേമ്പ് മറക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്, അത് ഞാൻ കഴിച്ചിട്ടില്ല. അപ്പോൾ ഈ പ്രാവശ്യം ഇവിടെ ചേന ഉണ്ടാവുന്നുണ്ട്. അമ്മ പറഞ്ഞു നമുക്ക് ചേന വറ്റലാക്കാന്നുള്ളത്, അപ്പം ഞാൻ കാണിച്ചു തരാം. ഓക്കെ. പിന്നെന്താണ്, അച്ഛൻ്റെ വീടും ഒരു നാട്ടും പ്രദേശം പോലെയാണ്. എൻ്റെ വീട്ടിൽ നിന്ന് ആൾക്കാരെല്ലാവരും വിരുന്നിനൊക്കെ വന്നപ്പോൾ എല്ലാവരും പറഞ്ഞു, ഇത് നമ്മളുടെ ഏകദേശം നാട്ടിലത്തെ ആ ഒരു സെറ്റപ്പൊക്കെയാണ്, രീതികളൊക്കെയാണ്, വലിയ വ്യത്യാസമൊന്നുമില്ല. പിന്നെ ഇവിടെ എന്ന് വെച്ചാൽ എല്ലാവരും റബ്ബർ കൃഷിയാണ്, ഇവിടെ റബ്ബറാണ് കൂടുതൽ. ഇവിടെ സത്യം പറഞ്ഞാൽ തെങ്ങ് ഞാൻ കണ്ടിട്ടില്ല, അധികം തെങ്ങ് ഇവിടെ കണ്ടില്ല. ഇവിടെ എല്ലാ വീട്ടിലും റബ്ബറാണ്. എൻ്റെ ഹോം ടൂറിലെടുത്ത് നോക്കിയാൽ മതി, നമുക്കിവിടെ വലിയ മരം റബ്ബറുണ്ട്, അത് മുറിച്ച് ഇപ്പോൾ രണ്ടാമത് പ്ലാന്റേഷൻ നടക്കുകയാണ്, കൃഷിയാണ്. അവിടെ വീടിൻ്റെ തൊട്ട് ഫ്രണ്ടിൽ അവിടെയൊക്കെ എല്ലാ വീട്ടിലും റബ്ബർ തൊട്ടത്തിൽ നടുക്കാണ് എല്ലാവരുടെയും വീട് തന്നെ പറയാം. അത് കാരണം സാധാരണ അങ്ങനെ ചൂട് അധികം കുറവായിരിക്കും, നല്ല എക്സ്ട്രീം ലെവൽ ഓഫ് മെയ് മാർച്ച് ആ ടൈമിലൊക്കെ ചൂടുണ്ടാകത്തുള്ളൂ. ഇല്ലെങ്കിൽ രാത്രിയൊക്കെ നല്ല തണുപ്പാണ്, ജനലിലൊക്കെ തുറന്നിട്ട് നല്ല തണുപ്പാണ്. മഴ പെയ്തൊക്കെ പെയ്ത് കഴിഞ്ഞാൽ അടിപൊളിയാണ്, നല്ലൊരു ആംബിയൻസും കാര്യങ്ങളാണ്. എനിക്ക് അത്ര വലിയൊരു സീനും തോന്നിയിട്ടില്ല, കാരണം എല്ലാവരും എൻ്റെ അടുത്ത് ചോദിച്ചു സിറ്റി ലൈഫിൽ നിന്ന് ഇങ്ങോട്ടേക്ക് വരുമ്പോഴത്തേക്കും നീ എങ്ങനെ ഇത് സഹിക്കുന്നുള്ളത്. പക്ഷേ എനിക്ക് അത്ര വലിയ സീനും തോന്നിയിട്ടില്ല, കാരണം എൻ്റെ അച്ഛൻ്റെ അമ്മയുടെയും വീട് നാട്ടും പ്രദേശം പോലെയാണ്. അപ്പോൾ ഇവിടെ ഇങ്ങോട്ട് വന്നപ്പോഴത്തേക്കും സെയിം അത്ര വലിയ പ്രശ്നമോ കാര്യങ്ങളോ ഒന്നുമില്ല. പിന്നെ എന്തിങ്ങനെ വിശേഷം പറയാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇനിയിപ്പോൾ ഊണിന് ടൈമായി, ഉച്ചക്കത്തേക്കുള്ള ഫുഡ് എൻ്റെ എന്തെങ്കിലും ആക്കണം. ചോറ് ഇവിടെ ഉണ്ട്, ഞാൻ ഈ ആഴ്ച ചോറില്ല, ഇനി ഓണത്തിനാണ് ചോറ് കഴിക്കാം. അപ്പോൾ എന്താണ്, അപ്പത്തിന് മാവുണ്ട്, അപ്പം ആക്കാമെന്ന് വിചാരിക്കണം. രാവിലെ ഞാൻ ഗോതമ്പ് കൂട്ടാണ്, ഉച്ചയ്ക്ക് ഒരു നേരം വലിയ ആഹാരം കഴിക്കാമെന്ന് വിചാരിക്കണം. അപ്പം ഞാനതൊക്കെ ഉണ്ടാക്കി സെറ്റാക്കാനൊക്കെ പോട്ടെ. അപ്പോൾ വേഗം തന്നെ വിശേഷങ്ങളായിട്ട് വീഡിയോ വരാം. അപ്പം ഞാൻ അപ്പം കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പം നമ്മുടെ കൂമ്പും ചെറുപയർ തോരണം, നല്ല മത്തി, നമ്മുടെ ഇരുമ്പമ്പൂടി ഇട്ട് വെച്ച മീൻകറി, അടിപൊളി. എൻ്റെ ഫുഡ് കഴിച്ചിട്ട് വരാം. എല്ലാവർക്കും എന്തൊക്കെയാണ് ഉച്ചയ്ക്ക് വിഭവങ്ങൾ, ഞാനപ്പോൾ അത് കഴിച്ചിട്ട് തരാം. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇരുമ്പമ്പൂടി ഇട്ട മീൻകറി, അടിപൊളി ടേസ്റ്റാണ്. ഞാൻ വേണ്ടത് എപ്പോഴും പറയും മീൻകറി വെക്കാണ് ഇരുമ്പമ്പൂടി ഇട്ട് വെച്ചാൽ മതി എന്നുള്ളത്. പിന്നെ അത് കഴിച്ചിട്ട് വരാം. ഗൈസ്, ഈവനിങ്. അങ്ങനെ നാളത്തേക്കുള്ള പൂക്കളം ഇടാനുള്ള പൂ സെറ്റാകാൻ വേണ്ടി പറമ്പിലോട്ട് ഇറങ്ങിയപ്പോഴാണ് വിചാരിച്ച സംഭവങ്ങളൊന്നും ഇല്ല ഗൈസ്. ഇത്രയും ദിവസം കൊല പൂത്ത് നിന്ന പൂവ് ഇപ്പം ഇല്ല, നിന്ന നിപ്പിൽ പൂവടക്കം കരിഞ്ഞു പോയെന്നുള്ളതാണ് സത്യം. ഇനി നാളെ ഞാൻ എവിടെ പോയി എന്തെടുത്തിട്ട് ഉണ്ടാക്കുമെന്ന് വിചാരിച്ചു. സത്യം പറഞ്ഞ എൻ്റെ പ്രതീക്ഷ മറ്റേ ഹനുമാൻ കിരീടം എന്ന് പറഞ്ഞ പൂവില്ല, ആ ചുമന്ന കളറ്, ഞാൻ കാണിച്ചു തരാം. ഇതേ ഈ കാണുന്നത്, ആ കാണുന്ന ചുമന്ന പൂ കണ്ട ഇഷ്ടം പോലെ ഉണ്ടായതാ കഴിഞ്ഞ ദിവസം കണ്ടാ, നിന്ന നിപ്പിൽ അതൊക്കെ കരിഞ്ഞു പോയേക്കണം. ഞാൻ എവിടെ പോയി പൂ എടുത്തിട്ട് ഉണ്ടാക്കുമെന്ന് ആലോചിക്കണം. മിക്കവാറും ഇരുമ്പുളീൻ്റെ ഇതിൻ്റെയൊക്കെ ഇലയൊക്കെ പറിച്ചിടേണ്ടി വരും തോന്നുന്നു. ഞാൻ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം പ്ലാൻ ചെയ്ത് ഇതുണ്ടെന്ന് പറഞ്ഞ് വിചാരിച്ചാണ്ടല്ലോ സാധനം ഒക്കത്തില്ല, അത് കറക്റ്റ് സമയമാകുമ്പോഴത്തേക്കും പോകും. കാന്താരി മുളക് വരെ കടിച്ച് തിന്നണ കിളികളെ ഞാൻ ആദ്യമായിട്ട് കാണുന്നത്. നിങ്ങൾക്കൊന്നും എരിയണില്ലെന്ന് ആലോചിക്കണത്, ചുമന്ന് തുടുത്തിക്കണ കാന്താരിയൊക്കെ കടിച്ച് തിന്നണത്
ഇത് ചുമപ്പാവണേക്കാളും മുന്നേ പറിക്കേണ്ടി വരും. ഞാൻ ഉപ്പിലിടാലോ എന്ന് ഓർത്തിട്ട് പഴുക്കട്ടെ എന്ന് പറഞ്ഞ് ഓർത്ത് വെച്ചതാണ്. അപ്പം ഇതാ ഇപ്പോൾ ഈ അവസ്ഥ. ഇനിയിപ്പോൾ നാളെ ഞാൻ പൂടാനായിട്ട് തൊടിയിലൊക്കെ പോയി തപ്പി നടക്കേണ്ടി വരും. അവിടെ കാവിൽ ചെമ്പരത്തിയൊക്കെ ഉണ്ട്, പക്ഷേ എനിക്കത് പറിക്കാൻ പേടി. കാവിലില്ല, അമ്മയടുത്ത് ചോദിക്കണം പറിക്കാവൂ എന്നുള്ളത്. അപ്പോൾ ടെറസിൽ ചവിട്ടിയൊക്കെ കഴുകിയിട്ടിട്ടുണ്ട്, അതെടുക്കാൻ വേണ്ടി പോവാണ്. വെള്ളം നടിച്ച് വീണില്ലെങ്കിൽ ഞാൻ നാളെ വീണ്ടും വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ അതൊക്കെ ഒന്ന് സെറ്റാകട്ടെ കേട്ടോ. എന്തായി നിങ്ങളുടെയൊക്കെ പരിപാടീസ്? വീട്ടിൽ 365 ദിവസം പറയണ പോലെ പൂക്കണം. കൊന്നപ്പൂവായിരുന്നു, ഈ പ്രാവശ്യം അതും പൂത്തിട്ടില്ല. ഇല്ലേലും എങ്ങനെയാണ് നമ്മൾ ഇതൊക്കെ ഉണ്ടല്ലോ ഇങ്ങനെയൊക്കെ വിചാരിച്ച് സെറ്റാക്കിയിടാമെന്ന് വിചാരിക്കുമ്പോഴത്തേക്കും ഇതൊന്നും ഉണ്ടാവത്തില്ല, എനിക്കറിയാമായിരുന്നു. നമുക്ക് ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ് ഗൈസ്. നമുക്ക് പുളിയിഞ്ചിയും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നാളെ രാവിലെ എഴുന്നേൽക്കുക, ബാക്കി കാര്യങ്ങളൊക്കെ. നാളെ ഇവിടെ കാര്യമായിട്ടൊന്നുമില്ല, നോർമൽ ഫുഡൊക്കെയാണ്. പിന്നെ ഓണത്തിനാണ് അടിപൊളി സദ്യ ഉണ്ടാക്കാൻ പോണത്, പത്തനംതിട്ട സ്റ്റൈൽ സദ്യ. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോ ആയിട്ട് കാണാം. അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ.